അസ്സലാമു അലൈക്കും. ബിസ്മില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ പാല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാബാദ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 5 ഫിഖ്ഹുൽ ഇസ്ലാം ഫസ്റ്റ് പാർട്ട്, അതിലെ 4ാമത്തെ പാഠത്തിന്റെ തദ്രീബാത്താണ്. ഈ ഷോർട്സിലെ തദ്രീബാത്തിലെ കുറച്ച് പ്രവർത്തനങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഇതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിങ്ങൾക്ക് വീഡിയോയിൽ ലഭിക്കുന്നതാണ്. നോക്കൂ, തദ്രീബാത്തിലെ 1ാമത്തെ പ്രവർത്തനം നുജീബ്, ഉത്തരം എഴുതാനുള്ളതാണ്. അതിലെ 1ാമത്തെ ചോദ്യം നോക്കൂ. തയമ്മുമിന്റെ ഫർളുകൾ ഏവ? ഉത്തരം: 1. മണ്ണ് അടിച്ചെടുക്കുക. 2. മണ്ണ് അടിച്ചെടുക്കുമ്പോൾ ഫർളായ നിസ്കാരത്തെ ഹലാലാക്കുന്നു എന്ന് നിയ്യത്ത് ചെയ്യുക. 3. മുഖം തടവുക. 4. 2 കൈകൾ തടവുക. 5. ക്രമപ്രകാരം ചെയ്യുക. ഇനി നോക്കൂ, 2ാമത്തെ ചോദ്യം. വുളുഉം തയമ്മുമും കൂടി ചെയ്യേണ്ടത് ആര്? ഉത്തരം: വെള്ളമുണ്ടായിട്ടും മുറിവോ ബാൻഡേജോ ഉണ്ടായതിനാൽ വെള്ളം ഉപയോഗിക്കാൻ സാധിക്കാതിരുന്നാൽ അവർ അവയ്ക്കു വേണ്ടി തയമ്മും ചെയ്യലും ബാക്കിയുള്ള ഭാഗങ്ങൾ കഴുകുകയും ചെയ്യേണ്ടതാണ്. 3ാമത്തെ ചോദ്യം. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. എങ്ങനെയെല്ലാം? ഉത്തരം: വെള്ളം ഇല്ലാത്തത് കൊണ്ടോ രോഗം കാരണമോ വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കും. 4ാമത്തെ ചോദ്യം. തയമ്മും ചെയ്യുന്നവൻ എത്ര തവണ മണ്ണ് അടിച്ചെടുക്കണം? ഉത്തരം: ആദ്യം മുഖം തടവാനും പിന്നീട് കൈകൾ തടവാനുമായി 2 തവണ മണ്ണ് അടിച്ചെടുക്കണം. 5ാമത്തെ ചോദ്യം. തയമ്മുമിന്റെ നിയ്യത്ത് എഴുതുക. ഉത്തരം: ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി തയമ്മും ചെയ്യുന്നു. 6ാമത്തെ ചോദ്യം നോക്കൂ. വുളുഇന്റെ അവയവങ്ങളിൽ മുറിവുള്ളവൻ എപ്പോഴാണ് തയമ്മും ചെയ്യേണ്ടത്? ഉത്തരം: മുറിവുള്ള അവയവം കഴുകേണ്ട സമയത്താണ് മുറിവുള്ളവൻ തയമ്മും ചെയ്യേണ്ടത്. 7ാമത്തെ ചോദ്യം. ഒരു തയമ്മും കൊണ്ട് എത്ര ഫർള് നിസ്കരിക്കാം? ഉത്തരം: ഒരു തയമ്മും കൊണ്ട് ഒരു ഫർള് മാത്രമേ നിസ്കരിക്കാവൂ. 8ാമത്തെ ചോദ്യം. ഒരു തയമ്മും കൊണ്ട് എത്ര റകഅത്ത് സുന്നത്ത് നിസ്കരിക്കാം? ഉത്തരം: 1ൽ കൂടുതൽ. 9ാമത്തെ ചോദ്യം. തയമ്മും ചെയ്യാനുള്ള മണ്ണ് എങ്ങനെയുള്ളതായിരിക്കണം? ഉത്തരം: ശുദ്ധമായ പൊടിമണ്ണ് ആയിരിക്കണം. ഇനി നോക്കൂ, തദ്രീബാത്തിലെ 2ാമത്തെ പ്രവർത്തനം നംലഉൽ ഫറാഅ്, വിട്ട ഭാഗം പൂരിപ്പിക്കാനുള്ളതാണ്. 1. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് ഡേഷും തടവണം. അവിടെ പൂരിപ്പിക്കേണ്ടത് 2 കൈകളും. തയമ്മുമിൽ ആദ്യം മുഖവും പിന്നീട് 2 കൈകളും തടവണം. 2. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ ഡേഷ് നീക്കണം. അവിടെ പൂരിപ്പിക്കേണ്ടത് നജസ്. തയമ്മുമിന് മുമ്പ് ശരീരത്തിലെ നജസ് നീക്കണം.